السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സൂറത്ത് ലുഖ്മാനിലെ 4 ആയത്തുകളെയാണ് ഇതിനു മുമ്പ് വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആൻ അത് ഹിദായത്താണ്, മനുഷ്യർക്ക് മാർഗദർശനമാണ്. അത് സുഭദ്രമായ ആയത്തുകളാൽ ബന്ധിതമാണ്. അതുപോലെ തന്നെ അത് കാരുണ്യമാണ്. പടച്ച തമ്പുരാനെ, പ്രപഞ്ച സൃഷ്ടാവിനെ അതിസൂക്ഷ്മമായി ഭയപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് റഹ്മത്തായി, കാരുണ്യമായി അത് നിൽക്കുന്നു. ഇങ്ങനെല്ലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പോയി. അപ്പോ പ്രപഞ്ച സൃഷ്ടാവിനെ ഭയപ്പെടുന്ന, ഉള്ളറിഞ്ഞ് ആ സൃഷ്ടാവിനെ വിശ്വസിക്കുന്ന മനുഷ്യര് നന്ദിയുള്ളവരായിരിക്കും. അഥവാ അവര് നിത്യജീവിതത്തിൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ കൽപ്പന മാനിച്ച് അവർക്ക് നൽകിയ ജീവനും ജീവിതത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നവരായിരിക്കും. അല്ലദീന യുഖീമൂന സ്വലാത്ത, പിന്നെ വയുത്തൂന സക്കാത്ത, അവർ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നവരായിരിക്കും. അഥവാ സക്കാത്ത്, പാവപ്പെട്ടവരെ, പൊതുസമൂഹങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ, അവഗണിച്ചവരെ എല്ലാം തന്നെ ചേർത്ത് പിടിച്ച് അവര് മുഖ്യധാരയിലേക്ക് കൈപിടിക്കുന്നവരായിരിക്കും. എന്നാൽ ഇത്തരം സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്ന, നന്ദിയുള്ള മനസ്സും ചിന്തയും പുലർത്തുന്നവര്, അവര് വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ അഗാധമായി മരണാനന്തര ജീവിതത്തെ ഉൾക്കൊള്ളുന്നവരായിരിക്കും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മാർഗദർശനമായിട്ട് മാറുന്നത്, അത് കാരുണ്യമായി തീരുന്നത് പ്രപഞ്ച സൃഷ്ടാവിനെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളുന്നവർക്കായിരിക്കും. ആ ഉൾക്കൊള്ളുന്നവർ നിത്യജീവിതത്തിൽ നന്ദിയുള്ളവരും സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നവരും ആയിരിക്കും. അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം അവർ മരണാനന്തര ജീവിതത്തിൽ ഗാഢമായി വിശ്വാസം പുലർത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഏറ്റവും നന്നായി മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗത്തെ, ഒരു തലത്തെ സൂറത്ത് ലുഖ്മാൻ അതിന്റെ ആമുഖത്തിൽ വരച്ചിടുകയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന, മരണാനന്തര ജീവിതത്തിൽ ഗാഢമായി വിശ്വാസം പുലർത്തി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് വീണ്ടും അള്ളാഹു പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ ഗാഢമായി വിശ്വാസം പുലർത്തി ഈ പറഞ്ഞ സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ഹിദായത്തിലായി കഴിയുന്നവരാണ്. അതോടൊപ്പം തന്നെ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് വിജയ ശ്രീലാളിതരുമാണ്. അപ്പൊ എന്താണ് അലാ ഹുദം മിർ റബ്ബിഹിം? അവര് ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ ഈ പറഞ്ഞ
സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവര് വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ശ്രദ്ധ പുലർത്തുന്നവര് അവർ അലാഹുദം മിർ റബ്ബിഹിം. ഇപ്പോ അലാഹുദം മിർ റബ്ബിഹിം എന്നെന്തിനാണ് പറയുന്നത്? നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ വർത്തമാനം മനുഷ്യന്റെ വർത്തമാനമല്ല, ഇത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ബോധനമാണ്. അള്ളാഹു മനുഷ്യനെ അവൻ ഉൾക്കൊള്ളേണ്ട ധർമ്മശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അഗാധമായ അർത്ഥതലങ്ങളുണ്ട്. അലാ ഹുദം മിർ റബ്ബിഹിം എന്നാണ് ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അവര് ഹിദായത്തിന്റെ മുകളിലായി ഔന്നിത്യത്തിലായി വസിക്കുന്നവരാണ്. ഒരിക്കലും അവർ നിന്ദ്യരാവില്ല, അവർ ഉത്കൃഷ്ടരായിരിക്കും. അവരെപ്പോഴും നന്മയുടെ മുകളിൽ വസിക്കുന്നവരായിരിക്കും, നേർപ്പാതയിൽ ജീവിക്കുന്നവരായിരിക്കും. നിന്ദ്യരായി വളരെ താന്നവരായി നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടാവില്ല. പ്രത്യേകിച്ച് മരണാനന്തര ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നന്നായി ഉൾക്കൊള്ളുന്ന മനുഷ്യ കുടുംബത്തിലെ ഒരു വിഭാഗം അവര് അവരുടെ റബ്ബിന്റെ ഹിദായത്തിലായിരിക്കും. അപ്പോ ഖുർആന് ഹുദയായി പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അതിനെ ഉൾക്കൊള്ളുന്ന മനുഷ്യര് ആ ഹിദായത്തിന്റെ എല്ലാ സൗരഭ്യങ്ങളും അതിൻ്റെ സുഗന്ധവും ഏറ്റവും നന്നായി അനുഭവിക്കുന്നവരായിരിക്കും. അതിൻ്റെ മുകളിലായിക്കൊണ്ട് തന്നെ അവര് ജീവിക്കുന്നവരായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇവിടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഹിദായത്തിലായിരിക്കും, അതിൻ്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയിലൂടെ ജീവിച്ചു പോകുന്നവരായിരിക്കും എന്ന് പറയുമ്പോൾ ഹിദായത്ത് എന്താണ്? ഹിദായത്ത് എന്ന് പറഞ്ഞത് അത് യൂസിലുക ഇലൽ ഖൈരി, നന്മയിലേക്ക് നിന്നെ കൈപിടിക്കുന്ന ഒരു മാർഗരേഖയാണ്. ഇപ്പൊ മനുഷ്യർക്ക് മുമ്പിൽ മനുഷ്യർ തന്നെ വരച്ചിടുന്ന ചില ഹിദായത്തുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ പലപ്പോഴും പക്ഷപാതിത്വങ്ങൾ നിലനിൽക്കും. അതുകൊണ്ടാണ് ഹുദം മിർ റബ്ബിഹിം എന്ന് പറഞ്ഞത്. അവരുടെ പരിപാലകനിൽ നിന്നുള്ള ഹിദായത്തിലായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മനുഷ്യർ നിർമ്മിക്കുന്ന ഏത് ജീവിത വ്യവസ്ഥയിലും അത് നിർമ്മിക്കുന്ന മനുഷ്യർ അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംഘപരമായ ബന്ധങ്ങൾ, ഇതിനെല്ലാം തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും അവർ കൊണ്ടുവരുന്ന ഒന്നിൽ അനീതി കാണിക്കുന്നതായിട്ട് നീതിബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടിലേക്കെല്ലാം നോക്കിയാൽ മതി. പലപ്പോഴും മനുഷ്യർ മുന്നോട്ട് വെക്കുന്ന പല നിയമ വ്യവസ്ഥിതികളിലും എഴുതി വെക്കുന്നതെല്ലാം തന്നെ മനോഹരമായ വാക്കുകൾ കൊണ്ടാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നവർ പലപ്പോഴും അതിൽ പക്ഷപാതിത്വവും അനീതിയുമെല്ലാം പുലർത്തുന്നത് കാണാൻ പറ്റും. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിരിക്കാം, സംഘടനാപരമായ താല്പര്യങ്ങൾക്കായിരിക്കാം, സാമൂഹികപരമായ ചില താല്പര്യങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യരിൽ കടന്നു വന്നേക്കാം. എന്നാൽ
പ്രപഞ്ചനാഥനായ സർവശക്തനായ ഏകേശ്വരൻ മുന്നോട്ട് വെക്കുന്ന ഹിദായത്ത്, മാർഗദർശനം എന്നുള്ളത് അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യരോട് ഒരു തരത്തിലുമുള്ള അനീതിയും അന്യായവും ആ സ്രഷ്ടാവ് പുലർത്തുകയില്ല. ഭൗതിക ലോകത്ത് അവനിൽ നിന്നുള്ള ഏത് അനുഗ്രഹങ്ങളും അത് ആ സ്രഷ്ടാവിന് കീഴ്പ്പെടുന്നവരാവട്ടെ കീഴ്പ്പെടാത്തവരാവട്ടെ അവർക്കിടയിൽ സമതുല്യമായി വീതിക്കുന്നവനാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു, ഏകേശ്വരൻ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പക്ഷപാതിത്വവും ഒരു അനീതിയും കാണാൻ കഴിയില്ല. ആ മാർഗദർശനത്തെ, ആ ജീവിത നിയമപാതയെ, ആ ധാരയെ പിൻപറ്റുന്ന, അതിൽ ജീവിതത്തെ കഴിച്ചു കടത്തുന്ന ഏതൊരു മനുഷ്യനും ഔന്നിത്യമാർന്ന ജീവിത ശ്രേണിയിലായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് അലാ ഹുദം മിർ റബ്ബിഹിം എന്നൊരു വാക്കിലൂടെ. തന്നെയുമല്ല, അവിടെ നമ്മൾ റബ്ബിനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹുദം മിനല്ലാഹി എന്നല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഹുദം മിർ റബ്ബിഹിം എന്നാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റുബൂബിയത്ത് എന്നുള്ളത് അത്വാ ആണ്, അള്ളാഹുവിന്റെ ദാനമാണ്. അപ്പൊ ഭൗതിക ലോകത്ത് അള്ളാഹു റഹ്മാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, പരമകാരുണ്യവാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ കാരുണ്യത്തെ മനുഷ്യർക്ക് മുകളിൽ ഒരു പക്ഷപാതിത്വവുമില്ലാതെ അവന് പ്രയോഗിക്കും. അവർക്ക് അത് നൽകിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ഉദിക്കുന്നത് അവന് നന്ദി പ്രകാശിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മഴ വർഷിക്കുന്നത് അവനോട്, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല. ഇവിടെ സസ്യധാന്യങ്ങൾ മുളക്കുന്നതും ചെടികൾ മുളക്കുന്നതും കാറ്റ് വീശുന്നതും മഴ വർഷിക്കുന്നതും പുഴകൾ ഒഴുകുന്നതും പൂക്കൾ അതിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്നതും ഒന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്, ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല. വായു, വെളിച്ചം, രാത്രി, അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ കഴിവിലോ അവന്റെ ഇടപെടലിലോ പെടാത്ത, അവനൊരിക്കലും കൊണ്ടുവരാൻ കഴിയാത്ത മഹാ അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ മനുഷ്യർക്ക് വേണ്ടി പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അതാണ് റബ്ബ് എന്ന് പറയുന്നത്. അഖീദയുടെ പണ്ഡിതന്മാര് റബ്ബ് എന്ന വാക്കിനെ വിശദീകരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 സിഫത്തുകൾ, ഉത്കൃഷ്ടമായ ഗുണങ്ങൾ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ഖാലിഖാണ്, അഥവാ സ്രഷ്ടാവാണ്, മാലിക്കാണ്, അവന് പൂർണാധിപത്യമുള്ളവനാണ്. അതുപോലെ തന്നെ മുദബ്ബിറാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഇങ്ങനെ 3 ഉത്കൃഷ്ടമായ സിഫത്തുകൾ, ഗുണങ്ങൾ ചേർന്ന് നിൽക്കുന്ന വാക്കാണ് റബ്ബ് എന്നുള്ളത് എന്ന് അഖീദയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കും. അപ്പോ സ്രഷ്ടാവായ, പൂർണാധിപത്യമുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന സർവേശ്വരൻ, സർവശക്തനായ നാഥൻ അവന്റെ കാരുണ്യത്തെ മനുഷ്യർക്ക് മുകളിൽ സമതുല്യമായി അവന് വർഷിക്കുന്നു. ആർക്കിടയിലും ഒരു വേർതിരിവും പക്ഷപാതിത്വവും പുലർത്താതെ കാരുണ്യപൂർവം അള്ളാഹു ഇടപെടുന്നു. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഉണ്ടാകില്ല. എന്തുകൊണ്ട്? മത്തഖദ സ്വാഹിബത്തം വലാ വലദ, അള്ളാഹുവിന് ഭാര്യ സന്താനങ്ങളില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഇമാം ഷഅറാവി മനോഹരമായിട്ടാണ് ഈ ആയത്തിനെ കൊണ്ടുവന്ന് റബ്ബിന്റെ ഔന്നിത്യത്തെ വിശദീകരിക്കുന്നത്.
കാരണം മത്തഹദ സ്വാഹിബത്തം വല പലത, ആളുകൾ അധിക പേരും ഒരു വിഷയത്തിൽ അനീതി പുലർത്തുന്നത് അവന്റെ ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ടായിക്കാരം. ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയായിരിക്കും മക്കൾ ചെയ്യുന്ന തിന്മകളെ പിന്തുണച്ച് നീതി പുലർത്തേണ്ട ഒരിടത്ത് പോലും അനീതി കാണിക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ കാണുന്നില്ലേ, ചിലർക്ക് ചില പ്രയോറിറ്റിയെല്ലാം കൊടുക്കും. കൂട്ടത്തിൽ പിടിച്ച് തെറ്റ് ചെയ്ത് മഹാപാപം ചെയ്ത് FIR ഇടുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാൻ തൻ്റെ സ്വാധീനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതാണ് മത്തഹദ സ്വാഹിബത്തം വല വലത. അള്ളാഹു അവന് സഹധർമ്മിണിയോ സന്താനങ്ങളോ ഇല്ല. അപ്പൊ ഇതുള്ളവര് പലതരത്തിലുള്ള അനീതികളും കാണിക്കും, പലതരത്തിലുള്ള വിവേചനങ്ങളും കാണിക്കും. ഭാര്യയും സന്താനങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ജീവിത മാർഗദർശനത്തിൽ ഒരു തരത്തിലുള്ള അന്യായവും പക്ഷപാതിത്വവും അള്ളാഹു പുലർത്തുകയില്ല. ആ ജീവിത മാർഗദർശനത്തെ പിൻപറ്റുന്ന ഏതൊരു മനുഷ്യനോടും അള്ളാഹു ഏറെ നീതിപൂർവം വർത്തിക്കുകയും അവനെ ഉന്നതമായ ഉത്കൃഷ്ടമായ ഔന്നിത്യമാർന്ന ഒരു ജീവിത സരണിയിൽ അവനെ അള്ളാഹു വെക്കുകയും ചെയ്യും. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യർക്ക് ഏറ്റവും നല്ല ഉന്നതമായ ജീവിത നിയമരേഖയെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. മനുഷ്യന് ഈ ഒരു ഖുദ്സിയായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരോടുള്ള റബ്ബ് എന്ന് പറയുന്ന ഒന്നിന്റെ മഹത്വത്തെ ഇമാം ഷഅറാബി ഈ പറഞ്ഞ ആയത്തിന്റെ കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇയ്യാക അൻ തസ്അലനി അർറിസ്ഖി ഗദിൻ, നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കരുത്. എന്തുകൊണ്ട്? ലി അന്നനി റസഖ്തുക ഖബ്ല അൻ തഅരിഫ അൻ തസ്അല, കാരണം എന്നോട് ചോദിക്കാൻ നീ തുടങ്ങുന്നതിന് മുമ്പേ നിനക്ക് ഭക്ഷണം ഞാൻ നൽകിയിട്ടുണ്ട്. അതിനാൽ നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പടച്ചോനെ, നീ എനിക്ക് ഭക്ഷണം നൽകണേ എന്ന ആ വാക്ക് ഉരുവിട്ട് പ്രാർത്ഥനാപൂർവം ദൈവത്തിലേക്ക്, സ്രഷ്ടാവിലേക്ക് മനുഷ്യൻ യാചിക്കുന്നതിന് മുമ്പ്, അത്തരം ഒരു പ്രാർത്ഥനാ വാക്ക് അവൻ പഠിക്കുന്നതിന് മുമ്പ്, ശീലിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഞാൻ ഭക്ഷണം നൽകിയവനാണ്. അതിനാൽ നാളത്തെ ഭക്ഷണം എന്നോട് നീ ചോദിക്കേണ്ടതില്ല. ഏതുപോലെ നാളെ നീ എനിക്ക് കീഴ്പ്പെട്ടവനായി ജീവിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടാത്തതുപോലെ, ഒരു ഖുദ്സിയായ ഹദീസിന്റെ ഭാഗമാണ് കേട്ടോ അത്. നാളെ നീ എന്നോട് അടുത്ത നിമിഷം, ഇനി വരാനിരിക്കുന്ന നിമിഷം നീ എനിക്ക് ഇന്ന രൂപത്തിൽ കീഴ്പ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിനക്ക് നൽകുന്ന സമയത്തെ ഏറ്റവും നന്നായി നീ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രമേ അള്ളാഹു പറയുള്ളൂ മനുഷ്യനോട്. അതിനാല് നാളത്തേക്കുള്ള ഭക്ഷണം കൂടി നീ എനിക്ക് നൽകണം എന്ന് നീ പറയേണ്ടതില്ല. കാരണം നീ അങ്ങനെ ചോദിച്ച് ശീലിക്കുന്നതിന് മുമ്പേ നിനക്ക് നാം എന്താക്കിയിട്ടുണ്ട്? ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ടുണ്ട്. അവനാണ് റബ്ബ്, അവനാണ് പരിപാലകൻ എന്ന് ആ ഖുദ്സിയായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാറാബി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഉലൂഹിയത്ത് എന്നുള്ള തക്ലീഫാണ്, റുബൂബിയത്ത് എന്നുള്ളത് അത്വാ ആണ്. അപ്പോ നന്മ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ നന്മ കാണിക്കുന്ന റബ്ബിനോട് നന്ദി കാണിക്കണം. അതാണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ. അവന് കീഴ്പ്പെട്ട് ജീവിക്കണം.
പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ദൈവമുണ്ട്, ഇതൊന്നും വെറുതെ അല്ല ഇവിടെ ചലിക്കുന്നത്. ഇപ്പൊ ദാ സൂര്യൻ ഉദിച്ചിരിക്കണോ? ഇവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അവിടെ സൂര്യൻ ഉദിച്ചിരിക്കണോ? 7:15 നമ്മൾക്ക് ഇങ്ങനെ സൂമിലൂടെ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ 7:15 എന്നുള്ളത് അത് ഒരു ബലിഷ്ഠമായ പടച്ച തമ്പുരാന്റെ ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നമുക്ക് സമ്മാനിച്ച ഒന്നാണ് സമയം എന്നുള്ളത്. വജഅൽനൽ ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ് വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. രാവും പകലിനെയും അള്ളാഹു കൊണ്ടുവരികയാണ്. മനുഷ്യർക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു ഇടമാണ് ഇവിടെ. ഇവിടെ രാത്രി തന്നെയാണ്, നിങ്ങൾ പകലിലാണ്, പകലിന്റെ ആദ്യ ഭാഗത്താണുള്ളത്. 7:15 എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങ് വരുന്നതല്ല. ഇവിടെ ഒരു ബലിഷ്ഠമായ ഒരു ഒരു നിയമ വ്യവസ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്നുള്ള തോന്നലിൽ രാവും പകലിനെയും അള്ളാഹു കൊണ്ടുവന്ന് മനുഷ്യന് കണിശമായ ദിവസവും സമയവും നിർണയിക്കാനുള്ള ഒരു വ്യവസ്ഥിതിയെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു, തെറ്റാതെ പിഴക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏതെങ്കിലും മനുഷ്യൻ വന്നിട്ട് ഇന്നേ വരെ ഞാനാണിത് ചെയ്യുന്നത്, ഞാനാണ് ഈ കണിശമായ തെറ്റാത്ത ഈ വ്യവസ്ഥിതിയെ നിർമ്മിച്ചിട്ടുള്ളത്, എന്റെ നിയന്ത്രണത്തിലാണ് സൂര്യ, ചന്ദ്ര, മറ്റു ഗോളങ്ങളുടെ ചലനങ്ങൾ എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. അത് വളരെ സുഭദ്രമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണിശമായി തെറ്റാതെ പിഴക്കാതെ അതെല്ലാം തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ മനുഷ്യന് വളരെ വ്യവസ്ഥാപിതമായി സമയത്തെയും ദിവസത്തെയും നിർണയിക്കുവാനും എണ്ണുവാനും മനുഷ്യന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് 7:15 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും 7:15 അവരുടെ വാച്ചിലേക്ക് നോക്കിയിട്ട് അവരിതാ വന്നിരിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഈ നിയമ വ്യവസ്ഥിതി ഹിദായത്ത് എന്നുള്ളത് അത് റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുഴുവൻ മനുഷ്യരും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റവും നന്നായി അവര് അനുഭവിക്കുന്നുണ്ട്. അപ്പോ റബ്ബിന് തിരിയണം. ആ റബ്ബിന്റെ ദാനത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ എന്താക്കണം? ആ റബ്ബിന് കീഴ്പ്പെടണം. അപ്പോ നമ്മൾ ഈ ആയത്തിന്റെ മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പടച്ചോന് പറഞ്ഞു വെക്കുന്നത് അവര് ആഖിറത്തിൽ മരണാനന്തര ജീവിതത്തിൽ ഗാഠമായി വിശ്വാസം പുലർത്തുന്നവരാണ്. അവരാണ് ഈ എല്ലാ പൂർണ്ണ ഹിദായത്തിലുമായി ജീവിക്കുന്നവര്, ആ സൗഭാഗ്യം അനുഭവിക്കുന്നവര്. തന്നെയുമല്ല വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് വിജയികളാണ്, വിജയശ്രീലാളിതരാണ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫലാഹ് എന്നുള്ള വാക്ക് ഫലഹൽ അർള എന്ന് പറഞ്ഞാല് ഷക്കൽ അർള എന്നാണ്. അപ്പൊ ഇതിനെ അള്ളാഹു ശരിക്കും ഒരു കർഷകനോടാണ് സത്യവിശ്വാസിയുടെ കർമ്മത്തെ ഉപമിക്കുന്നത്. അത് ഒരു ബലാഗത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അത്തരം ഒരു വാക്കുപയോഗിച്ച് സത്യവിശ്വാസിയെ ഒരു കർഷകനോടും കർഷകന്റെ കർമ്മഫലങ്ങളോടും അള്ളാഹു ചേർത്ത് പറയുന്നതിൽ വളരെ ഈ പറഞ്ഞതുപോലെയുള്ള അഗാധമായ ചിന്തകളുണ്ട്. ഈ ബലാഗത്തിലെല്ലാം 4 തരത്തിലാണ് ഒരു ഒരു വിഷയത്തെ അവതരിപ്പിക്കും. ബലാഗത്തുൽ വാതിൽ പഠിച്ചവർക്കെല്ലാം അറിയാം. ഇവിടെ അള്ളാഹു ഇങ്ങനെ ഒരു ചേർത്ത് വെക്കലിനെ അള്ളാഹു ഇവിടെ നടത്തുന്നുണ്ട്. അവര് മുഫ്ലിഹീങ്ങളാണ്. അപ്പോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മണ്ണിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയൊന്നുമില്ല. എന്നാൽ അയാൾ മണ്ണിൽ നന്നായി പണിയെടുക്കും. അതുകൊണ്ടാണ് കർഷകൻ എന്താണ് അറബിയിൽ പറയാ, ഫല്ലാഹ് എന്നല്ല പറയല്, നന്നായി മണ്ണിൽ പണിയെടുക്കുന്നവനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫലഹൽ അർള എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭൂമിയെ കീറുക എന്നാണ്.
എന്നിട്ടതിൽ വിത്തുകൾ വിതറി അതിൽ പണിയെടുക്കുന്നവനാണ് കർഷകൻ, ഫല്ലാഹി എന്ന് അറബിയിൽ പറയുന്നത്. അങ്ങനെ ഭൂമിയിൽ പണിയെടുക്കുന്നവനോടാണ് ദൈവിക മാർഗദർശനത്തെ നന്നായി പിൻപറ്റി സുഹൃതം അനുഷ്ഠിക്കുന്ന മനുഷ്യനെ അള്ളാഹു ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നന്നായി പണിയെടുത്താൽ എന്താ കിട്ടുക? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തില് ചിലവഴിക്കുന്നതിന്റെ ഉപമ അല്ലെ, അത് എന്തോ ആവട്ടെ, സമയമാവട്ടെ, സമ്പത്താവട്ടെ, അള്ളാഹു നൽകിയ ഏത് അനുഗ്രഹങ്ങളുമാവട്ടെ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ, അത് ഒരു ധാന്യമണി പോലെയാണ്. അമ്പത്തത്ത് സബ്അ സനാബില, ആ ഒരു ധാന്യമണി മുളച്ചാൽ അതിൽ 7 കതിരികൾ വിടരും. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അങ്ങനെ ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉണ്ടാവും. അപ്പൊ ഒരു ധാന്യം മണ്ണിലിട്ടാൽ അത് മുളച്ച് അതിൽ 7 കതിരുകൾ രൂപപ്പെട്ട് ഓരോ കതിരിലും 100 ധാന്യങ്ങൾ വിടരും. അപ്പോ ഒരൊറ്റ ധാന്യത്തിൽ 700 ഇരട്ടിയാണ് അവന് ലഭിക്കുന്നത്. ഇതുപോലെയാണ് പടച്ച തമ്പുരാന്റെ ജീവിത മാർഗദർശനത്തെ പിൻപറ്റി സുഹൃതമനുഷ്ഠിക്കുന്നവനോട് അള്ളാഹു തിരിച്ച് പ്രതികരിക്കുന്നത് അവന് ഏറ്റവും ഉന്നതമായ വിജയം നേടിയവനായിരിക്കും. തന്നെയുമല്ല, ഇതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇമാം ഷഅറാവി പറയുന്നുണ്ട്, ഭൂമി എന്നുള്ളത് അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. അൽ അർദു മഖ്ലൂഖത്തുല്ലാഹ്, അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. തുഅതി ഹാദൽ അത്വാ, അതെന്താക്കുന്നു? ഈ ഒരു കാരുണ്യത്തെ മനുഷ്യന് തിരിച്ചു കൊടുക്കണം. അതിൽ നിങ്ങൾ ഒരു ധാന്യമണി നിക്ഷേപിച്ചാൽ, ഒരു വിത്ത് നിക്ഷേപിച്ചാൽ, ആ വിത്തിനെ അത് മുളപ്പിച്ച് ഈ രൂപത്തിൽ 7 കതിരുകളായി ഓരോ കതിരിലും 100 ധാന്യമണികളെ നിറച്ച് നിങ്ങൾക്കത് തിരിച്ച് പ്രതിഫലം നൽകുന്നുണ്ടെങ്കിൽ ഫകൈഫ യകൂനു മൻ ഖലഖഹ, ആ ഭൂമിയെ സൃഷ്ടിച്ച റബ്ബിന്റെ ദാനം എങ്ങനെയായിരിക്കും? ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ. പടച്ചോന്റെ സൃഷ്ടിയായ ഭൂമി, അത് ഈ രൂപത്തിലെല്ലാം അതിൽ ജോലി ചെയ്യുന്ന, അതിൽ അധ്വാനിക്കുന്ന മനുഷ്യനെ പടച്ച തമ്പുരാന്റെ അനുമതിയോടുകൂടി, കാരുണ്യത്തോടുകൂടി അത് ഇരട്ടി പ്രതിഫലം മനുഷ്യന് തിരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഫകൈഫ യകൂനു അത്വാഉ മൻ ഖലഖഹ, ആ ഭൂമിയെ സൃഷ്ടിച്ചവന്റെ കാരുണ്യം മനുഷ്യനോട് എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ. അള്ളാഹു നന്നായി ചിന്തിച്ച് പഠിക്കാനാണ് അതിലൂടെ എല്ലാം ആവശ്യപ്പെടുന്നത്. റബ്ബിന്റെ മഹാദാനത്തെ, അവന്റെ മഹാകാരുണ്യത്തെ, അവന്റെ മഹാദയാവായ്പയെ ഉൾക്കൊള്ളുവാൻ നീ തന്നെ വസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കി, നീ ഇടപെടുന്ന മണ്ണിലേക്ക് നോക്കി, ആ മണ്ണ് നിനക്ക് തിരിച്ചു നൽകുന്ന മൂല്യങ്ങളെ നോക്കി, അതിനെ സൃഷ്ടിച്ച റബ്ബിനെ നീ തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അള്ളാഹുവിന്റെ മഹാദയാവായ്പയെയും നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പടച്ച തമ്പുരാന്റെ ശരിയായ, പിഴക്കാത്ത, ബലിഷ്ഠമായ ജീവിത മാർഗദർശനത്തെ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അതിൽ നിന്ന് അവൻ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ആ സുഹൃതങ്ങൾക്ക് ബലക്ഷയവും വരുത്താതെ ഇരട്ടി പ്രതിഫലം നൽകിക്കൊണ്ട് അവനോട് അള്ളാഹു അവന്റെ സന്നിധിയിൽ കരുണ കാണിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അവര് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ, ഉന്നതമായ മാർഗദർശനത്തിലായിരിക്കും. അവർ വിജയശ്രീലാളിതരുമായിരിക്കും. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.
സൂറത്ത് ലുഖ്മാനിൽ അതിന്റെ ആദ്യ ഭാഗത്ത് മനുഷ്യരിൽ ഒരു വിഭാഗത്തിന്റെ ഉന്നത ജീവിത നിലവാരത്തെ, ധർമാധിഷ്ഠിതമായ അവന്റെ ജീവിതത്തെ അള്ളാഹു ഇവിടെ പറഞ്ഞ് വെക്കുകയാണ്. അതിനുശേഷം ഇനി മറ്റൊരു ജീവിത നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരിലെ ഒരു വിഭാഗത്തെ കുറിച്ച് ഇനി തുടർന്ന് അള്ളാഹു പറയുകയാണ്. വമിനന്നാസി, ഇനി മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മറ്റൊരു വിഭാഗത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. ഇതിനില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കേട്ടതും പറഞ്ഞതുമെല്ലാം നല്ല സുഹൃതമായി അള്ളാഹു സ്വീകരിക്കുകയും നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ ഉൾക്കൊണ്ടതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ ഏകനായ സർവശക്തനായ നാഥന് കീഴ്പ്പെട്ടവരാണ്, മനുഷ്യർക്ക് മുമ്പിൽ തലകുനിക്കാത്തവരാണ് എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ടെന്ന് ഭൂമിയിൽ. അതിന്റെ പേരിൽ ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട് വലിയ വായിൽ മനുഷ്യത്വവും മാനവികതയിലും പറഞ്ഞ് അത് നോക്കി നിൽക്കുന്ന മനുഷ്യരുണ്ട് ഭൂമിയിൽ. അടിസ്ഥാനപരമായിട്ട് ലോകത്തിന് അവർ നൽകുന്ന കുറെ പാഠങ്ങളുണ്ട്. ഇന്നേ വരെ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ ആത്മഹത്യക്ക് മുതിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വന്നാൽ മതി, ഒരു തുണ്ടൻ കയറിൽ ജീവിതം നമ്മൾ കോപിച്ചു കളയും. ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വെള്ളമില്ലാതെ എല്ലാം തടഞ്ഞു വെച്ച് പുതിയ ലോകത്ത് ഞങ്ങള് എല്ലാത്തിൻ്റെയും വാക്താക്കളാണ് എന്ന് വലിയ വർത്തമാനം പറയുന്നവർക്ക് മുമ്പിൽ ഒരു സമൂഹം അവര് ഒരു പാനജലം പോലും നുകരാൻ കഴിയാതെ പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ദിവസവും. അവർക്ക് മുകളിൽ നിരായുധരായ ഒരു സമൂഹത്തിന്റെ മുകളിൽ ബോംബ് വർഷിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ദിനേനെ കൊന്നുകളയുന്ന കാഴ്ച ചുറ്റും നിന്ന് മനുഷ്യർ നോക്കിക്കാണുന്നുണ്ട്. അവരാരും തന്നെ ഏതെങ്കിലും പാപം ചെയ്തവരൊന്നുമല്ല. അവരുടെ ദേശത്തിന് വേണ്ടി പോരാടുന്നവരാണ്, മണ്ണിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചവരാണ്. അവർ ജീവിച്ച, അവർക്ക് പടച്ച തമ്പുരാന് നൽകിയ അവരുടെ മണ്ണിനെയും ജീവിതത്തെയും അസ്തിത്വത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചവരാണ് അവർ. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അവരിലെ രക്തസാക്ഷികൾക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ഒന്നും അവർക്ക് ആവശ്യമൊന്നുമില്ല. അള്ളാഹു തീർച്ചയായും നാളെ നമുക്ക് മുമ്പിൽ, നമ്മുടെ മക്കൾക്ക് മുമ്പിൽ, നമ്മുടെ ഭാര്യമാർക്ക് മുമ്പിൽ അവരെല്ലാവരും തന്നെ തല ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ജീവിത വിജയം ആസ്വദിച്ചവരായി അള്ളാഹുവിന്റെ സന്നിധിയിൽ അവർ വരും. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെ. അള്ളാഹു ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഏത് മനുഷ്യരാവട്ടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ വേദനകളെ നമ്മുടെ വേദനയായി കണ്ട്, അവരുടെ ദുഃഖങ്ങളെ നമ്മുടെ ദുഃഖങ്ങളായി കണ്ട് നല്ല വാക്കുകൊണ്ടെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين. اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين آمين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.